അങ്ങനെ എനിക്കത് നന്നായി എന്നാ തോന്നുന്നത്. ആ ഒരു പാറ്റേൺ നന്നായി എന്നാ. പക്ഷേ എത്ര ട്രെയിലർ ഇതാക്കി കഴിഞ്ഞാൽ ഇത്രയും സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ എക്സ്പെക്ടേഷൻസ് ഹ്യൂജ് ആയിരിക്കുമല്ലോ. ഈ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ്റെ ലെവൽ എന്താണെന്നറിയില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു. അയ്യോ ഞങ്ങൾ പെട്ടു. നിങ്ങൾ എല്ലാവരും കൂടി ഈ വണ്ടി ഒന്ന് മാറ്റി തരൂ. കൂലി വിളിക്കേണ്ടി വരുമോ? കൂലി വിളിക്കേണ്ടി വരും കാറ് മാറ്റാൻ. രണ്ടുപേരും കൂടി പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ജയിലർ പോലത്തെ ഒരു സാധനമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അത് കുറച്ചും കൂടെ ലോക്കേഷ് സ്റ്റൈൽ രീതികളുണ്ടല്ലോ. അദ്ദേഹത്തിന് കുറച്ചുകൂടി വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ലൈറ്റിംഗ് പാറ്റേൺ ആണെങ്കിലും ഇപ്പൊ നമ്മൾ പറയില്ലേ ജയിലർ കുറച്ചും കൂടെ വെളിച്ചമുള്ളതാണ്. ഇത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് സ്പേസിൽ നിൽക്കുന്ന സാധനമാണ്. ലിയോയും എനിക്ക് ഇങ്ങനത്തെ ഇതിന് കുറച്ചും കൂടെ എനിക്കൊരു നമ്മളൊരു നെറ്റ്ഫ്ലിക്സ് സാധനങ്ങളിലൊക്കെ കാണുന്ന ഒരു ഇരുത്തം ഒരു ഹോളിവുഡ് സ്റ്റൈലിഷ് ലൈറ്റിംഗ് ഒക്കെയാണ് പല സ്ഥലത്തും അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് ഇതിന്റെ കൂടുതലൊരു മാസ് പരിപാടികളും കൈയടിക്കുന്ന മൊമെന്റ്സും ഒക്കെ എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ കിട്ടിയത്. എസ്പെഷ്യലി ടുവേർഡ്സ് ദ ക്ലൈമാക്സിലെ കുറേ എലമെന്റ്സ് കാരണം എനിക്ക് ആ ഒരു രജനി എലമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കുന്ന കുറേ എലമെന്റ്സുകൾ കിട്ടിയത് സെക്കൻഡ് ഹാഫിലാണ്. എനിക്ക് ഹാപ്പി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതിനകത്തൊരു സിനിമ കണ്ട സുഖമുണ്ട്. അപ്പൊ കാണാം. താങ്ക് യു. പക്ഷെ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. വണ്ടി ഞങ്ങൾ എങ്ങനെയെങ്കിലും എടുക്കും. രജനി സിനിമ കഴിഞ്ഞു വന്നല്ലേ.